പ്രിയമുള്ളവരെ, ഒരു കഥ പറയാം. ഐക്യ കേരളത്തിലെ ആദ്യ സർവകലാശാല രൂപം കൊള്ളുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാവായ CH മുഹമ്മദ് കോയയാണ് അതിൻ്റെ നേതാവ്. സർവകലാശാല ലഭിച്ചത് മലബാറിലെ മലപ്പുറത്തെ തേഞ്ഞിപ്പലത്തിനാണ്. ദേഹത്ത് ഷർട്ടിടാത്ത, കർഷക വൃത്തിയല്ലാതെ മറ്റൊന്നും അറിയാത്ത അരപ്പട്ട കെട്ടിയ മാപ്പിളമാർ സർവകലാശാലയുടെ വരവിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനെ എതിർക്കുകയാണ്. എന്താണ് സർവകലാശാല എന്നറിയാത്ത, പഠിച്ച് എന്താവാൻ പറ്റുമെന്നറിയാത്ത ഒരു ജനത അതിനെതിരെ നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥരോട് അവർ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അവസാനം അതിന് മറുപടിയായി പ്രിയങ്കരനായ CH ചെയ്ത ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബാഫക്കി തങ്ങളെ സ്വന്തം വണ്ടിയിൽ കയറ്റി തേഞ്ഞിപ്പലത്തെ കുന്നിൻപുറത്തുള്ള മനുഷ്യരോട് നിങ്ങൾ ഈ ഭൂമി വിട്ടുകൊടുക്കണമെന്ന് ബാഫക്കി തങ്ങൾ പറയുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ബാഫക്കി തങ്ങളുടെ ഒറ്റ വാക്കിൻ്റെ പുറത്ത് സർവകലാശാലയും ബിരുദവും ബിരുദാനന്തവും എന്താണെന്നറിയാത്ത ആ മനുഷ്യർ ഭൂമി വിട്ടു നൽകുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂസ്വത്തുള്ള സർവകലാശാലയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ മാറ്റിയെടുത്തത്. സയൻസ് എന്തെന്നറിയാത്ത, സയൻറ്റിഫിക് റിസർച്ചുകൾ എന്തെന്നറിയാത്തൊരു കാലത്ത് അമേരിക്ക സന്ദർശിച്ചതിൻ്റെ അനന്തരമായി ഒരു സയൻസ് യൂണിവേഴ്സിറ്റി വേണമെന്ന് പറഞ്ഞിട്ടാണ് പ്രിയങ്കരനായ CH കുസാറ്റ് കൊച്ചിയിൽ കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഒരു നാടിൻ്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി ഒരു പാർട്ടിയുടെ നേതാവ് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല, ചരിത്രത്തിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എവിടെയെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പണം ആവശ്യമുണ്ടെങ്കിൽ അതുമായി CHൻ്റെ അടുത്ത് ആവശ്യവുമായി എത്തിയാൽ CH അവരോട് പറയുന്നത്, നിങ്ങളൊരു സ്റ്റേജ് കെട്ടുക, ഞാൻ പ്രസംഗിക്കാൻ വരാം. CHൻ്റെ ഘോരഘോരമായ പ്രസംഗങ്ങൾക്ക് നാടുനീള ആൾ കൂടുമായിരുന്നു. അങ്ങനെ കൂടിയിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പ്രസംഗത്തിൻ്റെ അവസാനം CH തൻ്റെ തൊപ്പിയൂരി ആ ആളുകൾക്കിടയിലേക്ക് കൊടുക്കും. തൻ്റെ അരപ്പട്ടയിൽ കെട്ടിക്കൊണ്ടുവന്ന നാണയത്തൊട്ടുകൾ ആളുകൾ അതിലേക്കിടും. അങ്ങനെയാണ് ഇന്നത്തെ മലബാറിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടിത്തറ പാകിയത് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഫാറൂഖ് കോളേജിൻ്റെ അനുമതിയാണ് നിങ്ങളുടെ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകാൻ ഞങ്ങൾ വെക്കുന്ന ഉപാധി എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് മുസ്ലിം ലീഗ്. ഞാനിതൊക്കെ പറയുന്നത് സമകാലിക സംഭവവികാസങ്ങൾക്കുള്ള മറുപടിയായിട്ട് തന്നെയാണ്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ തിരയാൻ പോകരുത് എന്ന്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതുമാത്രമാണ് ഇപ്പോഴും പറയാനുള്ളത്. നോളജ് സിറ്റിയുടെ MD ആയി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് നോളജ് ഉണ്ടാവണമെന്നില്ല.